യു.ഡി.എഫ് സർക്കാർ അധികാരത്തിൽ വന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയായിരുന്നു തൂഫാൻ. അതായത് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നടപ്പിലാക്കിയ തൂഫാൻ പദ്ധതി ഇപ്പോൾ കേരളത്തിൽ വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു സംഭവമാണ്. കാരണം നിരവധി ലഹരി വസ്തുക്കൾ പിടിച്ചെടുക്കുകയും നിരവധി പേരെ അറസ്റ്റിലാവുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ഈ പദ്ധതി മറ്റ് സംസ്ഥാനങ്ങളിലേക്കും വ്യാപിക്കുന്നു എന്നുള്ളൊരു വാർത്ത നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ തന്നെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ പിന്നാലെ ഇപ്പോൾ പുതിയൊരു വാർത്ത വരുന്നത് രമേശ് ചെന്നിത്തലയുടെ ഈ പദ്ധതി കേന്ദ്ര സർക്കാരും ഏറ്റെടുക്കാൻ പോകുന്നു. അതായത് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ പദ്ധതി രാജ്യമൊട്ടാകെ നടപ്പിലാക്കാൻ പോകുന്നു എന്നുള്ളൊരു വാർത്തയാണ് പുതുതായിട്ട് വരുന്നത്. അപ്പോൾ അതിനകത്ത് വരുന്നത് എന്ന് വെച്ചാൽ ഇതിൽ പല ചർച്ചകളും വരുന്നുണ്ട്. ഇത് നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു BJP സർക്കാർ എന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിലും ഇത് അങ്ങനെയാണെങ്കിൽ തന്നെ ഇത് നടപ്പിലാക്കാൻ തോന്നിയത് ഇപ്പോൾ കേരളത്തിൽ ഇത് വിജയകരമായി നടന്നു പോകുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഈ രാജ്യവ്യാപകമായി ഇത് നടപ്പാക്കുമ്പോൾ ഇത് പ്രാവർത്തികമാകാൻ സാധ്യതയുണ്ടോ എന്നുള്ള ഒരു ചർച്ചയൊക്കെ വരുന്നുണ്ട്. എന്തായിരിക്കും ഇതിന്റെ ഒരു ഇത് എത്രത്തോളം സാധ്യതയുണ്ട് എന്നുള്ളത് നടപ്പിലാക്കിയതിനു ശേഷം മാത്രം പറയാൻ പറ്റുന്ന കാര്യമാണ്. കാര്യം തൂഫാനും അല്ലെങ്കിൽ അധികാരത്തിലേക്ക് നടപ്പിലാക്കിയ മാത്രമായിട്ട് പറയുമ്പോൾ ഇപ്പൊ കേരളത്തിൽ നടപ്പിലാക്കിയല്ലോ, അത് കർശനമായിട്ട് വ്യക്തമായിട്ട് ചെന്നിത്തല ഓരോ നിലപാടുകളും എടുത്ത് അത് കർശന നിർദ്ദേശം എല്ലാവർക്കും കൊടുത്തു, അതിൻ്റെതായ ഉദ്യോഗസ്ഥർക്ക് കൊടുത്തിട്ട് നടപ്പിലാക്കുന്ന ഒരു സംഭവം. അപ്പൊ അത് കേരളത്തിൽ നടപ്പിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ രാജ്യത്ത് നടപ്പിലാക്കാൻ പറ്റണമല്ലോ. അല്ല, രാജ്യത്ത് നടപ്പിലാക്കാൻ പറ്റണം, അല്ലെങ്കിൽ നടപ്പിലാക്കാൻ പറ്റാത്ത ഒരു പദ്ധതിയൊന്നുമല്ല അത്. ലഹരിക്കെതിരെയുള്ള അത് ഏത് സംസ്ഥാനത്തിലായാലും രാജ്യത്തൊക്കെ നടപ്പിലാക്കാൻ എളുപ്പത്തിൽ കഴിയുന്ന കാര്യമാണ്. അത് ഓപ്പറേഷൻ തൂഫാനിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ എടുക്കുന്ന ഒരു നിലപാടുണ്ട്. ആ നിലപാടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും ഇത് എത്രത്തോളം വിജയിക്കുമെന്നുള്ളത്. കാര്യം രമേശ് ചെന്നിത്തല പറഞ്ഞിരിക്കുന്നത് രാഷ്ട്രീയക്കാരാകട്ടെ അല്ലെങ്കിൽ സിനിമ ചലച്ചിത്ര മേഖലയിലുള്ളവരാകട്ടെ ഏത് മേഖല, വിദ്യാർത്ഥികളാകട്ടെ, അങ്ങനെ മേഖലയൊന്നും തിരിച്ചിട്ടല്ല നോക്കുന്നത്. എല്ലാവരെയും പരിശോധിക്കും. കാരവാനിൽ സംശയമുണ്ടെങ്കിൽ അവിടെ പരിശോധിക്കാം. രാഷ്ട്രീയക്കാരുടെ വാഹനം സംശയമുണ്ടെങ്കിൽ അത് പരിശോധിക്കാം. അവിടെ രാഷ്ട്രീയക്കാരായതുകൊണ്ട് അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരോ ഐക്യജനാധിപത്യ മുന്നണിയിലുള്ളവരായതുകൊണ്ട് പരിശോധിക്കേണ്ട എന്നൊരു ഓപ്ഷൻ അത്തരം ഒരു കാര്യം പറഞ്ഞിട്ടില്ല. അപ്പോൾ കേന്ദ്രത്തിൽ നടക്കുമ്പോൾ BJP-ക്കാരെ ഉൾപ്പെടെ പരിശോധിക്കാനുള്ള ആർജവം കേന്ദ്ര സർക്കാർ കാണിക്കുമോ എന്നൊരു ചോദ്യമുണ്ട്. അങ്ങനെ കാണിക്കുകയാണെങ്കിൽ മാത്രമേ അത് വിജയത്തിലേക്ക് എത്തുകയുള്ളൂ. അല്ലെങ്കിൽ ആരെയെങ്കിലും ഒക്കെ ഫേവർ ചെയ്യേണ്ട ഒരു സാഹചര്യം കേന്ദ്ര സർക്കാരിന് ഉണ്ടായാൽ അതൊരിക്കലും വിജയം കാണില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതിന്റെ അകത്ത് ഏറ്റവും കൂടുതലായി പറയുന്നത് ഇത് മുൻപേ തന്നെ കേന്ദ്ര സർക്കാരിന് വലിയ പദ്ധതികൾ ഉണ്ടായിരുന്നു ഇത്തരം കാര്യങ്ങളിൽ. ഓപ്പറേഷൻ തൂഫാൻ കണ്ടിട്ടല്ല അവർ ചെയ്യുന്നതെന്ന് BJP വാദിക്കുമ്പോഴും എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പദ്ധതി ഉണ്ടായിരുന്നെങ്കിൽ അത് നേരത്തെ കൂടി നടത്താമായിരുന്നല്ലോ. കേരളത്തിൽ പുതിയ സർക്കാർ അധികാരത്തിൽ വരികയും ആ സർക്കാർ ഒരു മാസം കൊണ്ട് വലിയ മാറ്റം കൊണ്ടുവരികയും അതിൻ്റെ അകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഒരു മാസം ആകുന്നതിന് മുൻപ് തന്നെ ഓപ്പറേഷൻ തൂഫാനുമായി മുന്നോട്ട് പോകുമ്പോൾ തന്നെ കേന്ദ്ര സർക്കാർ വലിയ രീതിയിലൊക്കെ അഭിനന്ദിച്ചിരുന്നു. രമേശ് ചെന്നിത്തല അടക്കം ഓപ്പറേഷൻ തൂഫാൻ നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് 6000 കോടി രൂപയുടെ ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തത് നാളെ കത്തിക്കുകയാണ്, അല്ലെങ്കിൽ അടുത്ത ദിവസം കത്തിച്ചുകൊണ്ട് ആണ് ആദ്യമായി പുതിയ പരിപാടിക്ക് കേന്ദ്ര സർക്കാർ തുടക്കം കുറിക്കുന്നത്. അതൊരു വലിയ സന്ദേശം തന്നെയാണ്. ഇത്രയും കാലം ഈ ലഹരി വസ്തുക്കൾ സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ഇത് പെട്ടെന്ന് തന്നെ ഈ തീരുമാനം നാളെ എന്നുള്ള നിലയ്ക്ക് ഇന്നലെ കണ്ടാണ് ഓർഡർ വന്നതെന്ന് തോന്നുന്നു. പെട്ടെന്ന് ഈ ഒരു തീരുമാനം എടുത്തതിൽ തന്നെ അവര് ഇത് വെറുതെ പറഞ്ഞതല്ല, ഇങ്ങനെ ഒരു തീരുമാനം നടപ്പിലാക്കാൻ തന്നെ പോകുന്നു എന്നുള്ളതിന്റെ ഒരു സന്ദേശമാണ് മുന്നോട്ട് പോയത്. അത് അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായും അത് തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. എല്ലാ കാര്യങ്ങളും ഇന്ത്യയിൽ നിന്ന് ലഹരിയെ ഇല്ലാതാക്കും, ലഹരി മാഫിയകളെ ഇല്ലാതാക്കും എന്ന് പറയുമ്പോൾ പോലും മറുവശത്ത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇത് എത്രത്തോളം ആരെയൊക്കെ രാഷ്ട്രീയമായി സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു രീതി നിലനിൽക്കുന്നുണ്ട് എങ്കിൽ അത് വലിയ രീതിയിൽ തിരിച്ചടിയാകും. അല്ലെങ്കിൽ രാജ്യത്ത് നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പത്തിൽ കാര്യം നടക്കില്ല. ഇപ്പൊ ഉദാഹരണത്തിന് കേരളത്തിന്റെ ഒരു നിലവിലെ സ്ഥിതി എടുത്ത് ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട നിലവിലെ ഒരു സ്ഥിതി എടുത്താൽ ഒരാളെ, ഒരു കോൺഗ്രസ് പ്രവർത്തകനെ അല്ലെങ്കിൽ കോൺഗ്രസിൽ വർക്ക് ചെയ്യുന്ന ഒരു പ്രവർത്തകനെ ലഹരി വസ്തുവുമായി അറസ്റ്റ് ചെയ്യുന്നു. പഴയ രീതിയിലായിരുന്നുവെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ഏതെങ്കിലും മന്ത്രിയോ MLA-യോ വിളിച്ചു പറഞ്ഞാൽ സുഖമായി ഊരിപ്പോകാൻ പറ്റുന്നത്. പക്ഷെ അങ്ങനെ ഊരിപ്പോകണ്ട എന്നാണ് ആഭ്യന്തര വകുപ്പ് അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല പറഞ്ഞത്. അങ്ങനെ തെറ്റ് ചെയ്തിട്ടുള്ളവരാരും രക്ഷപ്പെട്ടു പോകണ്ട, അവിടെ പാർട്ടിയിൽ അത് കിടക്കണം. അതാണ് രീതി. അതേ രീതിയും ആർജവും കേന്ദ്ര സർക്കാർ എടുക്കുകയാണെങ്കിൽ മാത്രമേ രാജ്യത്തിന് ഇതൊരു ആശ്വാസമായിട്ടുള്ള പദ്ധതിയായി മുന്നോട്ട് പോകാൻ കഴിയൂ. പക്ഷെ മറ്റ് സംസ്ഥാനങ്ങൾ ഇതേ കാര്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങൾ ഇതേ കാര്യം ചെയ്യാൻ തയ്യാറാകുകയാണ് എങ്കിൽ ഇതിനിടയ്ക്ക് VD സതീശൻ കഴിഞ്ഞ ദിവസം മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കത്തെഴുതിയിട്ടുണ്ട്. അവരൊരു സഹകരണം വേണം. കാരണം വെച്ചാൽ ഇത് ഒരു സംസ്ഥാനത്ത് മാത്രം ഉണ്ടാക്കുകയോ അവിടെ നിന്ന് തന്നെ വിൽപ്പന നടത്തുകയല്ലല്ലോ ചെയ്യുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിക്കുന്നത് കൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളുടെ സഹായം കൂടി തേടാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം തമിഴ്നാട്, കർണാടക, പുതുച്ചേരി ഏറ്റവും കൂടുതൽ ലഹരി വസ്തുക്കൾ കേരളത്തിലേക്ക് എത്തുന്നത് തമിഴ്നാടും
കർണാടക അല്ലെങ്കിൽ ബാംഗ്ലൂർ വഴിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി ആദ്യം രമേശ് ചെന്നിത്തല മാത്രമായിരുന്നു തൂഫാന് വേണ്ടി എല്ലാവരും സംസാരിക്കുമെങ്കിൽ പോലും മുഖ്യമന്ത്രി പോലും നേരിട്ട് ഇടപെട്ടിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടി ആയിരിക്കണം കേന്ദ്ര സർക്കാർ പുതിയൊരു നിലപാടെടുക്കുന്നത്. പക്ഷെ ആ നിലപാട് അംഗീകരിക്കേണ്ടതാണ്. അത് ശരിയായ ദിശയിൽ കൊണ്ടുപോകാൻ കഴിയുകയാണെങ്കിൽ രാജ്യത്തിന് വേണ്ടി BJP സർക്കാർ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ചെയ്യുന്ന ഏറ്റവും നല്ല കാര്യം അതായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ അവിടെ ഉള്ളൊരു പ്രശ്നം അവിടെ രാഷ്ട്രീയം നോക്കുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും ഇത് വ്യാപിപ്പിക്കുമ്പോൾ BJPയുടെ സംസ്ഥാനങ്ങളുണ്ട്, അവിടെയൊക്കെ കൃത്യമായ നിലപാടെടുക്കാൻ BJPക്കും കേന്ദ്ര സർക്കാരിനും കഴിയുമെന്നൊരു ചോദ്യവും ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇത് BJP അതായത് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുകയാണെങ്കിൽ രാജ്യത്ത് തന്നെ വലിയൊരു ചരിത്രം സൃഷ്ടിക്കുന്ന ഒരു സംഭവം തന്നെയായിരിക്കും. കാരണം പല സംസ്ഥാനങ്ങളിലും ഇപ്പോൾ ലഹരിക്ക് അടമപ്പെട്ട് കിടക്കുന്നതും ഇപ്പൊ ഇവിടെ വരുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ അല്ലെങ്കിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ ഈ ലഹരി ഉപയോഗം വളരെ കൂടുതലാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ അവിടങ്ങളിലൊക്കെ റെയ്ഡ് നടത്തിയിട്ട് അത് പിടിച്ചെടുക്കുന്നു, അതിലൊരു ഭയങ്കര നിയന്ത്രണം കൊണ്ടുവരുന്നു. അങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് ഇപ്പം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതേപോലെ മറ്റു സംസ്ഥാനങ്ങളിലെല്ലാം ഇത് നടപ്പിലാകുമ്പോൾ അത് വളരെ ഒരു വലിയ ഒരു സംഭവമായിട്ട് മാറുകയാണ്. അപ്പൊ അതേപോലെ തന്നെ ഇതിനകത്ത് നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, രമേശ് ചെന്നിത്തല ഇത് മുന്നിട്ട് ഇറങ്ങിയപ്പോൾ പലരും ആദ്യം വിചാരിച്ചിരുന്നു വെറുതെ പറഞ്ഞതാണെന്നുള്ളൊരു സംഭവം. പക്ഷെ അങ്ങനെയല്ല ഉണ്ടായത്. നമ്മൾ തന്നെ ഓരോരുത്തരും ഓരോ ദിവസവും അന്തം വിട്ടുപോകും. അതായത് ഞെട്ടിപ്പ് തരുന്ന രീതിയിലാണ് ഓരോ ദിവസവും സംഭവങ്ങൾ ഉണ്ടായത്. കാരണം വിചാരിക്കാത്ത രീതിയിൽ റെയ്ഡുകൾ നടക്കുന്നു. പിന്നെ ആദ്യം വിചാരിച്ചു, എല്ലാവരും കളിയാക്കി കൊണ്ടിരുന്നത് കാരവൻ സിനിമാ മേഖലയിലുള്ളവരൊക്കെ, അതായത് കാരവൻ കയറി പരിശോധിക്കില്ല, അവിടെ വലിയ വലിയ ആളുകൾ ഒഴിവാക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും അല്ല മാറ്റം ഉണ്ടായത്. പലയിടത്തും പരിശോധന തുടങ്ങി, പലരെയും അകത്ത് പിടിച്ച് കേസെടുത്തു കഴിഞ്ഞു. അതൊരു കണക്കൊക്കെ കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തല തന്നെ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഇന്ന് രാവിലെ ഒരു വാർത്ത കേട്ടതാണ്. ഇതിപ്പം ഈ ലഹരി ഉപയോഗിക്കുന്നവരെ റെയ്ഡ് ചെയ്യുന്നത് കൂടാതെ പക്ഷെ സ്കൂളുകളിൽ ഇത് ഉപയോഗിക്കുന്നതിന്റെ ഒരു പ്രശ്നം കൂടിയുണ്ട്. അപ്പൊ അവിടെ അധ്യാപകരാണെങ്കിലും രക്ഷിതാക്കളാണെങ്കിലും അവരും കൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. സ്കൂളുകളിൽ ഇത് എങ്ങനെ വരുന്നു അല്ലെങ്കിൽ എത്തുന്നുണ്ടോ ഇപ്പോഴും എന്നുള്ള കാര്യമൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ ഇന്ന് രാവിലെ ഒരു വാർത്ത കണ്ടതാണ്. താമരശ്ശേരി ഒരു സ്കൂൾ ബാഗ്, ഇതിന്റെ ഭാഗമായിട്ടാണെന്ന് തോന്നുന്നു, അധ്യാപകർ വിദ്യാർത്ഥികളുടെ ബാഗുകളൊക്കെ പരിശോധിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതിന്റെ ഭാഗമാണോ എന്നറിയില്ല. എങ്കിലും ബാഗ് പരിശോധിച്ചപ്പോൾ കിട്ടിയത് ഒരു നാടൻ ചാരായത്തിന്റെ ഒരു ബോട്ടിൽ നാടൻ ചാരായം. അതുപോലെ വിദ്യാർത്ഥി എങ്ങനെയാണ് വന്നതെന്നൊക്കെ പറയുന്നുണ്ട്. വേറെ ആരോ തന്നതാണ്, അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ കൂടി. പക്ഷെ അങ്ങനെ ഓരോന്നും പരിശോധിക്കുമ്പോഴാണ് ഇതിനകത്ത് എന്തൊക്കെ ഉണ്ട്. ഇപ്പോൾ സ്കൂളിൽ നിന്ന് ഇവിടുന്ന് രാവിലെ കുട്ടി പോകുമ്പോൾ നമ്മളറിയില്ല, വീട്ടുകാരെ അറിയില്ല എന്താണ് കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ അവിടെ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത്. അതിനുശേഷം അപ്പൊ ഈ ബാഗുകൾ സ്കൂളിൽ നിന്ന് പരിശോധിക്കുമ്പോഴാണ് അറിയുന്നത് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇതിനകത്ത് ഇതുണ്ട് എന്നുള്ളത്. അങ്ങനെ ഒരു നല്ലൊരു നടപടി ഇന്ന് എടുത്തത് കണ്ടു. അങ്ങനെ ഇത് പലരും വ്യാപകമാക്കുകയാണെങ്കിൽ പല രീതിയിലും ഈ ലഹരി സ്കൂളുകളിൽ നിന്ന് മാറ്റാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, അതിനകത്ത് ഏറ്റവും കൂടുതൽ ലഹരിക്ക് അടിമയാകുന്നത് എന്ന് പറയുന്നത് സ്കൂൾ വിദ്യാർത്ഥികളും കോളേജ് വിദ്യാർത്ഥികളുമാണ്. അത് രമേശ് ചെന്നിത്തല തന്നെ എടുത്തു പറയുന്നുണ്ട്. യുവാക്കളെയാണ് ലഹരി ഏറ്റവും കൂടുതൽ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്നത്. ഒരു 30 വയസ്സിന് ശേഷമുള്ള അല്ലെങ്കിൽ ഒരു 30-35 വയസ്സിന് ശേഷമുള്ള ഒരാൾ ലഹരി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ ആളിനെ ആ ലഹരിയിൽ നിന്ന് മാറ്റാൻ വളരെ എളുപ്പമാണ്. കാര്യം ആളിന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ചെറിയ പ്രായത്തിൽ ഉപയോഗിക്കുന്ന ആളുകൾ അതിന് അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ കുട്ടികൾ അതിൽ നിന്ന് മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് അധ്യാപകരടക്കം പറയുന്നുണ്ട്. ഇപ്പൊ പല സ്കൂളുകളിലും പല കോളേജുകളിലും ഒക്കെ പോലീസുകാരുടെ നേതൃത്വത്തിൽ അവർ തന്നെ ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. ലഹരിക്കെതിരെ എങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്യണം, നിങ്ങൾ ഒരാൾ കാണുകയാണെങ്കിൽ ഞങ്ങളെ അറിയിക്കണം എന്നൊക്കെ പറയുമ്പോൾ അവർ പറയുന്ന ഏറ്റവും പ്രധാനമായി പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ മക്കളെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയണം, ഞങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. കഴിഞ്ഞ ദിവസം ഒരു പോലീസുകാരൻ പറഞ്ഞതാണ്, രാത്രി 11 മണിക്ക് ആൺകുട്ടികൾ പുറത്തു പോകുമ്പോൾ എന്തിനു പോകുന്നു എന്ന് ചോദിച്ചാൽ ചായ കുടിക്കാൻ പോകുന്നു എന്നാണ് അവർ പറയുന്നത്. ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല 11 മണിക്ക് പുറത്തു പോയി ചായ കുടിക്കേണ്ട എന്ന് പറയാനുള്ള അധികാരം ഞങ്ങൾക്കില്ല. പക്ഷെ വീട്ടിലിരിക്കുന്ന അച്ഛനും അമ്മയ്ക്കും പറയാം, നിനക്ക് 11 മണിക്ക് നിങ്ങൾ ചായ കുടിക്കാൻ പോകരുത്. അത്തരം കാര്യങ്ങൾ വീട്ടിലുള്ളവരാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് പറയുന്നുണ്ട്. ഏതെങ്കിലും വിധത്തിൽ കുട്ടി ഇതിന്റെ അകത്ത് പെട്ടുപോവുകയാണ് എങ്കിൽ അവരെ മോചിപ്പിക്കേണ്ട ഉത്തരവാദിത്വം അച്ഛനും അമ്മയ്ക്കുമുണ്ട്, അതുപോലെ അധ്യാപകർക്കുമുണ്ട്. എല്ലാ കാര്യങ്ങളും അവരും കൂടി ശ്രദ്ധിക്കേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ട്. ഇനി മറുവശത്തുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത്, വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ഒരു ആശങ്കയുള്ളത്, വിദ്യാർത്ഥികൾ ഇതിൽ പെട്ടുപോവുകയാണെങ്കിൽ ആദ്യം സൗജന്യമായി ഇവർക്ക് നൽകുകയും പിന്നീട് പണം കൊടുക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ അത് കൊടുക്കാൻ കഴിയാതെ വരുന്ന കുട്ടികൾ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ അവർക്ക് പിന്നെ ഇത് വേണം. ഇപ്പൊ ഞാനാണ് ഉപയോഗിക്കുന്നെങ്കിൽ എനിക്കിത് വേണം, പക്ഷെ എന്റെ കയ്യിൽ പണം നൽകി വാങ്ങാനുള്ള ശേഷി ഇല്ല എങ്കിൽ ഞാൻ ഇവരുടെ ഏജന്റ് ആവുകയാണ്. ഞാൻ മറ്റൊരാൾക്ക് വിറ്റുകൾ നൽകി അതിലൂടെ ലഹരി സ്വന്തമാക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പൊ അതേപോലെ പണം കണ്ടെത്താൻ വേറെ മാർഗങ്ങളും സ്വീകരിക്കും അവര്. എങ്ങനെങ്കിലും പണം കണ്ടെത്തിയേ പറ്റുള്ളൂ. അതിന് എന്ത് ചെയ്യാനും തയ്യാറാകുന്ന ഒരവസ്ഥയിലേക്ക് വരും. പിന്നെ
അത്തരം രീതി പിന്തുടരുന്നുണ്ടോ എന്ന് വീട്ടുകാർ ശ്രദ്ധിക്കണം. ആവശ്യത്തിൽ അല്ലെങ്കിൽ അനാവശ്യമായി പണം ചോദിക്കുന്നുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ പോലീസുകാർ പറയുമ്പോൾ ഇനി ഇതിനകത്ത് ഒരു മറുവശമുള്ളത്, അല്ലെങ്കിൽ സർക്കാർ ഏറ്റവും തിടുക്കത്തിൽ ഓപ്പറേഷൻ തൂഫാനുമായി മുന്നോട്ട് പോകുമ്പോൾ ഇത്തരം കെണിയിൽ പെട്ടുപോകുന്ന വിദ്യാർത്ഥികളെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരാം? ഒരു കൗൺസിലിംഗിലൂടെ ഒന്നും ഒരിക്കലും അവരെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല. അതിനുകൂടി സർക്കാർ എന്തെങ്കിലും ശക്തമായ ഒരു കാര്യം, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ഒരു കോളേജ് വിദ്യാർത്ഥികളെങ്കിലും, സ്കൂൾ വിദ്യാർത്ഥികളും കോളേജ് വിദ്യാർത്ഥികളും, അതിനപ്പുറത്തേക്ക് ജോലി ചെയ്യുന്ന എല്ലാവരെയും തിരികെ കൊണ്ടുവരാൻ അത് അവർക്ക് തന്നെ ഒരു പരിധിവരെ പറ്റും, അല്ലെങ്കിൽ അവർ തന്നെ ശ്രമിക്കേണ്ടി വരും. പക്ഷെ വിദ്യാർത്ഥികൾ, കുട്ടികൾ അങ്ങനെയല്ല. പ്രത്യേകിച്ച് കോളേജിലേക്ക് എത്തുന്നതിന് മുൻപ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ഇതിന് അടിമയായി കഴിഞ്ഞാൽ അവരെ എങ്ങനെ തിരികെ ഇതിലേക്ക് അല്ലെങ്കിൽ തിരികെ ജീവിതത്തിലേക്ക് എങ്ങനെ കൊണ്ടുവരാമെന്നുള്ളതിനൊരു പദ്ധതി കൂടി സർക്കാർ മുന്നോട്ട് വെക്കേണ്ടത് അത്യാവശ്യമാണ്. ഇതിനകത്ത് ഇപ്പോൾ എന്തായാലും കേന്ദ്ര സർക്കാർ ഇതൊരു നല്ലൊരു പദ്ധതി നടപ്പിലാക്കാൻ പോവുകയാണ്. 3 വർഷത്തോളമാണ് ഇതിൻ്റെ ഒരു ടൈം പീരീഡ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അമിത്ഷായുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു പദ്ധതി ആരംഭിക്കുന്നത് നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യം എന്ന് വെച്ചാൽ രമേശ് ചെന്നിത്തല കേരളത്തിൽ നടപ്പിലാക്കിയ ഒരു പദ്ധതി കണ്ടുകൊണ്ടാണ്. ഇനിയിപ്പോൾ നേരത്തെ അവർ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും നടപ്പിലാക്കാൻ തുടങ്ങിയത് ഇത് കണ്ടിട്ട് തന്നെയാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. അപ്പൊ അങ്ങനെയുള്ള രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസം ഒരു പത്രസമ്മേളനം നടത്തിയപ്പോൾ വേറൊരു വീഡിയോ ആണ് അതിനകത്ത് പ്രചരിക്കുന്നത്. കാരണം രമേശ് ചെന്നിത്തല ഇതിന്റെ കാര്യങ്ങൾ വിശദീകരിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഫുഡ് ഡെലിവറിക്കാരുടെ ബാഗുകളും ഇനി പരിശോധിക്കും. കാരണം അതുവഴിയും ഈ ലഹരി വസ്തുക്കൾ കടത്തുന്നുണ്ടോ എന്ന് തോന്നുന്നുണ്ട്. അപ്പൊ അതിന്റെ പ്രസ് മീറ്റ് നടത്തുമ്പോൾ രമേശ് ചെന്നിത്തല ഉപയോഗിച്ച ഒരു വാക്ക്, അതായത് സ്വിഗ്ഗി, സൊമാറ്റോ, അതെന്തോ ഒരു വീഡിയോ പ്രചരിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു ഇത്? അത് തെറ്റായി അദ്ദേഹം അല്ലെങ്കിൽ സ്വിഗ്ഗി ഫുഡ് ഡെലിവറി ചെയ്യുന്നവർ ഇത്തരം ഡ്രഗ്സ് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവരെയും പരിശോധിക്കും എന്നൊരു ആദ്യം എല്ലാ കാര്യവും പറഞ്ഞല്ലോ, കാരവാനിൽ പരിശോധിക്കുമെന്ന് പറഞ്ഞതുപോലെ അദ്ദേഹം പറഞ്ഞതാണ്. അപ്പോൾ വളരെ തെറ്റായിട്ടാണ് സ്വിഗ്ഗി, സൊമാറ്റോ എന്നല്ല പറഞ്ഞത്. ഒരു നാക്കുപിഴവ് പറ്റിയതാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ട്രോൾ ആയിക്കൊണ്ടിരിക്കുന്നത് അന്ന് തിരുവഞ്ചൂരിനും ശിവൻകുട്ടിക്കും പറ്റിയ തെറ്റല്ല ഇത്, അതിനപ്പുറത്തേക്കാണ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അത് വെച്ച് രമേശ് ചെന്നിത്തല വളരെയധികം താറടിച്ച് കാട്ടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് അത് നാക്കുപിഴ പറ്റിയതായിരിക്കാം. പിന്നെ അദ്ദേഹത്തിന് സ്വിഗ്ഗിയിലോ സൊമാറ്റോയിലോ ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ട് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തെറ്റുപറ്റിയതായിരിക്കും. അദ്ദേഹം തിരുത്തുകയും ചെയ്തു. പക്ഷെ അദ്ദേഹം എന്ത് സന്ദേശമാണോ കൊടുക്കാൻ ഉദ്ദേശിച്ചത് അതാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്. പക്ഷെ അതോടെ ശ്രദ്ധിക്കുന്നില്ല. വളരെയധികം അദ്ദേഹത്തെ അതിന് പകരം ഈ തെറ്റിപ്പോയ വാക്കുകൾ എടുത്തിട്ട് ആ വീഡിയോ ഭാഗം മാത്രം എടുത്തിട്ട് ട്രോൾ ചെയ്ത് വളരെയധികം ട്രോള്. പക്ഷെ ഇതൊന്നും ട്രോൾ ചെയ്യേണ്ട ആവശ്യമില്ല. അതിനപ്പുറത്തേക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പൊ എല്ലാ വാക്കുകളും എല്ലാവർക്കും ഇഷ്ടപ്പെടണം, അല്ലെങ്കിൽ എല്ലാവർക്കും എല്ലാ വാക്കുകളും മനസ്സിലാകണമെന്ന് പോലുമില്ല. ഇപ്പൊ 2000-ൽ ജനിച്ച ആളുകൾ പറയുന്ന, അല്ലെങ്കിൽ ജെൻസി പറയുന്ന പല കാര്യങ്ങളും അതിന് മുൻപത്തെ തലമുറക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ അവരിത് എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയുണ്ട്. പഴയ രീതിയിൽ നിന്നൊക്കെ സംസാര ശൈലിയൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. ആ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ പണ്ട് നമ്മളൊരു വാക്ക് പറയുമ്പോൾ, അല്ലെങ്കിൽ പണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് എന്തും പറയാം. ഒരാളെ നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ ഇത് ബോഡി ഷേമിംഗ് ആണോ എന്ന് ചിന്തിക്കേണ്ട ഒരു സാഹചര്യം അന്നുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഞാൻ പറയുന്നത് പൊളിറ്റിക്കലി കറക്റ്റ് ആണോ എന്ന് ചിന്തിക്കേണ്ട ഒരു സാഹചര്യം എവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഒരാളെ കളിയാക്കുമ്പോൾ പോലും നമ്മൾ ആദ്യം മനസ്സിലെങ്കിലും ചിന്തിക്കണം, ഇത് ഇങ്ങനെ പറഞ്ഞാൽ ഇത് ബോഡി ഷേമിംഗ് ആവില്ലേ, ഇല്ലെങ്കിൽ ഞാൻ പറയുന്ന ഈ സെന്റൻസ് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിരിക്കുമോ എന്ന് ചിന്തിക്കണം. അപ്പൊ പഴയ രീതിയൊക്കെ മാറി. അദ്ദേഹം പറഞ്ഞത് ഒരു നാക്കുപിഴയാണ്. അല്ലെങ്കിൽ പിന്നെ പലരും പറയുന്നത് ഒരു പ്രസ് മീറ്റിലേക്കൊക്കെ ഒരു മന്ത്രി വന്നിരിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും പഠിച്ചു. അദ്ദേഹം വ്യക്തമായി പല കാര്യങ്ങളും പഠിച്ചത് കൊണ്ട് തന്നെയാണ് ഓപ്പറേഷൻ തൂഫാൻ ഇത്രയും സക്സസ് ആയത്. ഇപ്പൊ കേന്ദ്ര സർക്കാർ പോലും ഈ ഒരു പദ്ധതി ഏറ്റെടുത്തിരിക്കുന്നത്. അതിനകത്ത് രണ്ട് കമ്പനിയുടെ പേര് മാറിപ്പോയതിനാണ് ഈ ബഹളം വെക്കുന്നത്, അല്ലെങ്കിൽ ട്രോൾ ചെയ്യുന്നത്. അപ്പോ എനിക്ക് തോന്നുന്നത് രമേശ് ചെന്നിത്തല ഓപ്പറേഷൻ തൂഫാൻ പോലെ ഒരു പദ്ധതി നടപ്പിലാക്കാം. ആഭ്യന്തര വകുപ്പ് മന്ത്രിയായപ്പോൾ ആരും വിചാരിച്ചില്ല ഇത് വിജയത്തിൽ, പ്രതിപക്ഷം പോലും വിചാരിച്ചിട്ടില്ല ഇത് വിജയത്തിലേക്ക് എത്തുമെന്ന്. പിന്നെ ഭരണപക്ഷം പോലും വിചാരിച്ചിട്ടില്ല. അതാണ് സാധാരണക്കാരായ ഒരു ജനങ്ങൾ ഇപ്പൊ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. 10 വർഷം പിണറായി വിജയൻ സർക്കാർ എന്താണ് ഇവിടെ കാട്ടിയത്? ഒരു മാസം കൊണ്ട് ഇത്രയും ലഹരി പദാർത്ഥങ്ങളും ലഹരിയുടെ ഉപയോഗം കേരളത്തിൽ കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ 10 വർഷം കഴിഞ്ഞ സർക്കാർ എന്ത് ചെയ്തു എന്ന് ചോദ്യം ചോദിക്കുകയും രമേശ് ചെന്നിത്തലയുടെ ഗ്രാഫ് രമേശ് ചെന്നിത്തല ഉയർത്തിയിട്ടുണ്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് താറടിച്ച് കാണിക്കാൻ വേണ്ടി രമേശ് ചെന്നിത്തലയെ ആദ്യമൊക്കെ പറഞ്ഞത് ഒരിക്കലും ജെൻസി വിഭാഗങ്ങളെ അല്ലെങ്കിൽ ഈ വിദ്യാർത്ഥികളെ, യുവാക്കളെ ഒന്നും ഒപ്പം കൂട്ടാൻ രമേശ് ചെന്നിത്തലയ്ക്ക് കഴിയാറില്ല. അതാണ് രമേശ് ചെന്നിത്തലയുടെ ഏറ്റവും വലിയ പരാജയം എന്ന് ആവർത്തിച്ചത്. അദ്ദേഹം പഴയ നേതാവാണെന്ന്. പക്ഷെ അദ്ദേഹം പഴയ നേതാവ് തന്നെയാണ്, എന്നാൽ ശക്തമായ നിലപാടുള്ള നേതാവാണെന്ന് തെളിയിച്ചിട്ടുണ്ട്. പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള നിലപാടുകൾ നടപടികളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് താറടിച്ച് കാണിക്കാൻ, ഞാൻ പറയുന്നത് അദ്ദേഹം പറഞ്ഞ നാക്കുപിഴ എടുത്ത് ട്രോൾ ആക്കുന്നതിന് ഇതിലൊക്കെ എന്താ കാര്യം എന്ന് വെച്ചാൽ, ഒരാൾ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ അത് എങ്ങനെയെങ്കിലും പറഞ്ഞ് ട്രോൾ ചെയ്തോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും അവരുടെ ഒരു താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുക എന്നുള്ളത് തന്നെയായിരിക്കും അതിന്റെ ഒരു ഉദ്ദേശം തോന്നുന്നു. അല്ല, എന്നാൽ പോലും ഇതിൽ നിന്നൊന്നും പിന്മാറാൻ സർക്കാരും രമേശ് ചെന്നിത്തലയും തയ്യാറല്ല. ഞാൻ പറയുന്നത് സംശയം തോന്നുകയാണ് എങ്കിൽ
ഫുഡ് ഡെലിവറി ബോയ് അല്ലെങ്കിൽ ഫുഡ് ഡെലിവറി കൊണ്ടുവരുന്ന ആണോ പെണ്ണോ ആയിക്കോട്ടെ, അവരെയും പരിശോധിക്കേണ്ടതുണ്ട്. കാര്യം ഇത്രയും ശക്തമായി മുന്നോട്ട് പോകുമ്പോൾ പണ്ട് വളരെ എളുപ്പത്തിൽ ലഹരി കേരളത്തിലേക്ക് എത്താമായിരുന്നു, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തി. പക്ഷെ ഇപ്പൊ ലഹരി കൊണ്ടുപോകുന്ന ആൾ 2 പ്രാവശ്യം ചിന്തിക്കേണ്ട ഒരു സാഹചര്യത്തിൽ എത്തിയിട്ടുണ്ട്. അത് ആ സർക്കാരിന്റെ അല്ലെങ്കിൽ ഈ പുതിയ സർക്കാരിന്റെ വിജയം തന്നെയാണ്. എന്തായാലും നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാവുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ നടപ്പിലാക്കിയ UDF സർക്കാരിന് അഭിമാനിക്കാവുന്ന കാര്യം മാത്രമല്ല, കേരളത്തിലെ ഓരോ മലയാളികൾക്കും അഭിമാനിക്കാം. കാരണം കേരളത്തിൽ നടപ്പിലാക്കിയ ഒരു പദ്ധതി രാജ്യം മുഴുവൻ നടപ്പിലാക്കാൻ പോകുന്നു എന്നുള്ള ഒരു കാര്യം, അത് വൻ വിജയമാവുകയും ചെയ്യുക എന്ന് പറയുന്നത് എന്തായാലും എല്ലാവർക്കും അഭിമാനം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയല്ലേ.